Business. The word business is come from the English word busy plus ness. Business is the legal process of production and purchasing and selling to earn profit. അതായത് ബിസി പ്ലസ് നെസ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ബിസിനസ് എന്ന വാക്ക് വന്നത്. ലാഭം നേടുന്നതിനായി ഉൽപ്പാദനത്തിൻ്റെയും വാങ്ങലിൻ്റെയും വിൽപ്പനയുടെയും നിയമപരമായൊരു പ്രക്രിയ, ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പാദനത്തിൻ്റെ ബയ്യിങ്ങും സെല്ലിങ്ങും അത് നിയമപ്രകാരമായിട്ട് നടത്തുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. An idea for a business that includes basic information such as the service or products, the target demographic, and a unique selling proposition that gives a company an advantages over competitors. അത് സേവനം അല്ലെങ്കിൽ ഉൽപ്പാദനങ്ങൾ, ടാർഗറ്റ് ഡെമോഗ്രാഫിക്, ഒരു കമ്പനിക്ക് എതിരാളികളേക്കാൾ നേട്ടം നൽകുന്ന, അതായത് ഒരു കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും നേട്ടം നൽകുന്ന ഒരു അദൂര വിൽപ്പന നിർദ്ദേശം എന്നിവ പോലുള്ള അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു ബിസിനസ്സായുള്ള ഒരു ആശയം. ഓക്കെ. ഡെഫിനിഷൻ ഓഫ് ബിസിനസ്. Business is the exchange of goods, service or money for mutual benefit or profit. Skinner. പരസ്പര പ്രയോജനത്തിനോ ലാഭത്തിനോ വേണ്ടി സാധനങ്ങൾ, സേവനം അല്ലെങ്കിൽ പണം എന്നിവയുടെ കൈമാറ്റമാണ് ബിസിനസ് എന്നാണ് ആര് പറയുന്നത്, സ്കിന്നർ പറയുന്നത്. അടുത്ത ഡെഫിനിഷൻ. ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് എനി ഫോം ഓഫ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ടു സാറ്റിസ്ഫൈ ദി ഇക്കണോമിക് വാണ്ട്സ് ഓഫ് പീപ്പിൾ അറ്റ് എ പ്രോഫിറ്റ്. കിറ്റ് ഡേവിസ്. ലാഭത്തിൽ ആളുകളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഏത് തരത്തിലുള്ള ട്രേഡിംഗ് പ്രവർത്തനമായും ബിസിനസ്സിനെ നിർവചിക്കാം എന്നാണ് കിറ്റ് ഡേവിസ് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. ഫസ്റ്റ് വൺ, പ്രോഫിറ്റബിലിറ്റി, ലാഭക്ഷമത. സെക്കൻഡ് വൺ, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അതായത് പ്രൊഫഷണൽ പ്രവർത്തനങ്ങളിനെയാണ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ഫുൾഫില്ലിംഗ് ദി നീഡ്സ് ഓഫ് കസ്റ്റമർ, അതായത് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഫോർത്ത് വൺ, പ്രൊമോട്ട്സ് ഇന്നോവേഷൻസ്, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഫിഫ്ത്ത് വൺ, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം. സിക്സ്ത് വൺ, റിസ്ക്, അപകട സാധ്യതകൾ. സെവൻത്ത് വൺ, സൊസൈറ്റൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, സാമൂഹിക ഉന്നമനം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ഫസ്റ്റ് വൺ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏക ഉടമസ്ഥാവകാശം. സെക്കൻഡ് വൺ, പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തം. തേർഡ് വൺ, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്, പരിമിത ബാധ്യത കമ്പനികൾ. ഫോർത്ത് വൺ ഈസ് കോർപ്പറേഷൻ. ഫസ്റ്റ് വൺ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് എ ബിസിനസ് ഓണേഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ വൺ ഇൻഡിവിജ്വൽസ് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി ബിസിനസ്. അത് ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലും പ്രവർത്തിപ്പിക്കുന്നതുമായ ബിസിനസ്സിനാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഈ ഒരു ഇൻഡിവിജ്വൽ ഉത്തരവാദിയാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ്സസ്, ഫ്രീലാൻസേഴ്സ് ആൻഡ് എൻ്റർപ്രണേഴ്സ് ഹു വാണ്ട് ടു ടെസ്റ്റ് ദെയർ ഐഡിയാസ് ആൻഡ് മെയിൻറ്റെയിൻ കൺട്രോൾ. അതായത് അവരുടെ ആശയങ്ങളും പരിശോധിക്കാനും നിയന്ത്രിക്കാനും നിലനിർത്താനും ആഗ്രഹിക്കുന്ന സ്മോൾ ബിസിനസ്സും ഫ്രീലാൻസ് സംരംഭങ്ങൾ എന്നിവയെല്ലാം ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് അനുയോജ്യമാണ്. Some example for sole proprietorship includes freelance writing or design, consulting services, small retail, personal training. Second one, partnership. A partnership is a business owned and operated by two or more individuals who share resources, expertise and responsibilities to achieve common goals. പൊതുവായ ലക്ഷ്യങ്ങൾ, അതായത് ഒരു കോമൺ ഗോൾസ് കൈവരിക്കാനുള്ള വിവരങ്ങൾ, റിസോഴ്സസ്, റെസ്പോൺസിബിലിറ്റി എന്നിവ പങ്കിടുന്ന രണ്ടോ അതിലധികമോ ആയ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് പാർട്ട്ണർഷിപ്പ് ഇൻക്ലൂഡ്സ് ലോ ഫേംസ്, മെഡിക്കൽ പ്രാക്ടീസസ്, അക്കൗണ്ടിംഗ് ഫേം, സ്മോൾ ബിസിനസ് വിത്ത് മൾട്ടിപ്പിൾ യൂസസ്. അപ്പം ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ, ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കണം. ഇതിനെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് നമ്മൾ പറയുന്നത്. തേർഡ് വൺ, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, LLC. A limited liability company is a business structure that combines the liability protection of corporation with the tax benefit and flexibility of a partnership. അതായത് ഒരു LLC, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്നത് ഒരു കോർപ്പറേഷൻ്റെ ബാധ്യത, ഒരു കോർപ്പറേഷൻ കമ്പനിയുടെ ബാധ്യതയും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സ് ബെനിഫിറ്റ്, അതായത് നികുതി ആനുകൂല്യങ്ങളും സംയോജിപ്പിക്കുന്ന ഒരു ബിസിനസ് ഘടനയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറയുന്നത്.
Then limited liability companies are suitable for small business, startups, consulting service, etc. Fourth one, corporations. A corporation is a legal entity that separates ownership from management, offering liability protection and tax benefits. അതായത് ഒരു കോർപ്പറേഷൻ എന്നത് മാനേജ്മെൻറ്റിൽ നിന്ന് ഓണർഷിപ്പ് വേർതിരിക്കുന്ന ഒരു നിയമപരമായ സ്ഥാപനമാണ്. അതായത് ബാധ്യത പരീക്ഷയും നികുതി ആനുകൂല്യങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട്. Corporations are suitable for large businesses, publicly traded companies, complex businesses